നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു നമ്മളോട് കടമായി കുറച്ച് പണം ആവശ്യപ്പെടുകയും നമ്മളത് കൊടുക്കുകയും ചെയ്തു. നിശ്ചിത ദിവസത്തിനുള്ളിൽ ആ പണം തിരികെ നൽകാമെന്നുള്ള വാഗ്ദാനത്തിന് പുറത്തായിരിക്കും നമ്മൾ ആ പണം കൊടുത്തിട്ടുണ്ടാവുക, അല്ലേ? ഒരു മാസത്തിനുള്ളിൽ പണം തരാമെന്ന് പറഞ്ഞ ഒരാളെ ഒരു മാസത്തിന് ശേഷം നമ്മൾ വിളിക്കുമ്പോൾ ചില ആളുകൾ ഒരു 2 ദിവസം കഴിയട്ടെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും വീണ്ടും നമ്മൾ അവരെ വിളിച്ച് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശബ്ദം ഒന്ന് മാറി കുറച്ച് പരുഷമായ രീതിയിൽ നമ്മളോട് സംസാരിക്കാറുണ്ട്, അല്ലേ? നിങ്ങളോട് കാശ് കടം വാങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഓടി പോകാനൊന്നും പോകണമെന്നില്ല, കാശ് ഞാൻ തിരിച്ചു തരും, എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ്, കിട്ടുമ്പോൾ ഞാനങ്ങ് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാൻ തോന്നും. പിന്നീട് നമുക്ക് അത്യാവശ്യം വരുമ്പോഴായിരിക്കും നമ്മൾ കൊടുത്ത പണം നമ്മൾ തിരിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്ക് പാലിക്കാതെ വരുമ്പോഴും നമുക്ക് പണം ചോദിക്കാം, അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ അവർക്ക് കൊടുത്ത പണത്തിന് രേഖകൾ ഉണ്ടെങ്കിൽ, അത് ഓൺലൈനായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ രേഖ വെച്ച് നമുക്ക് റിക്കവറി ഓഫ് മണിക്ക് സിവിൽ കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചോദിച്ചിട്ടും പണം തിരികെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ടോ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടോ യാതൊരുവിധ പ്രയോജനവുമില്ല. നിയമപരമായി കോടതി വഴി നമുക്ക് ആ പണം തിരികെ ലഭിക്കാനുള്ള വഴികൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കിതിലുള്ള പോംവഴി. അതിന് ഈ പറഞ്ഞ പോലെ പണം നമുക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവുകൾ, ഫോണിലെ മെസ്സേജസ്, അവർ ഇത്ര ദിവസം കഴിയുമ്പോൾ പണം തരാമെന്ന് നമുക്ക് റിപ്ലൈ തരുന്ന മെസ്സേജസ്, ഫോൺ റെക്കോർഡിങ്സ്, ഇതെല്ലാം നമുക്ക് തെളിവുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും.